ഇരാത്ത പ്രളയം പോലെ ചുറ്റും പെയ്തിറങ്ങുന്ന പണം, അതിനെ ചുറ്റിപ്പറക്കുന്ന കുറെ പെണ്ണുങ്ങൾ, അയാളുടെ ദൗർബല്യം മുതലെടുക്കാൻ എപ്സ്റ്റീനെ പോലുള്ള പവർ ബ്രോക്കർമാർ, മാനവരാശിക്ക് മുതൽക്കൂട്ടാകേണ്ടിയിരുന്ന ലോക കോടീശ്വരൻ ബിൽ ഗേറ്റ്സ് ഈ പറഞ്ഞതിനെല്ലാം അടിമയായിപ്പോയി. അയാളെ മാനിപ്പുലേറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് അയാളുടെ ക്രെഡിബിലിറ്റിയുടെ നാശം കാണിച്ചു. 2020 വരെ നമുക്കറിയാമായിരുന്ന ആ ഗുഡ് ബില്യണയർ ബിൽ ഗേറ്റ്സ് ഇന്നില്ല. ആ പതനം ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ കൊടുങ്കാറ്റുകൾ നോക്കിയാൽ 2020 വരെ ബിൽ ഗേറ്റ്സ് സുരക്ഷിതനായിരുന്നു. മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സുമായുള്ള 26 വർഷത്തെ ദാമ്പത്യം. ഭൂമിയിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ദമ്പതികളായിരുന്നു ഇരുവരും. കോടിക്കണക്കിന് മനുഷ്യരുടെ പവർ കപ്പിൾ. ഒരു മണിക്കൂറിൽ 2 മില്യൺ വരുമാനം ബാലൻസ് ഷീറ്റിൽ വരുന്ന അത്യപൂർവ ജന്മങ്ങൾ. ഒരു മനുഷ്യായുസ് കൊണ്ട് താങ്ങാനാവാത്ത സംഖ്യകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ പെരുകുമ്പോഴും ദാമ്പത്യ ജീവിതവും ബിസിനസ് പങ്കാളിത്തവും ജീവകാരുണ്യവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ബില്ലും മെലിൻഡയും. ഇനി പറയാൻ പോകുന്ന ഇടിമുഴക്കങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും അതൊരു വ്യാജ പ്രതിച്ഛായ നിർമ്മിതിയായിരുന്നുവെന്ന്. അവരിരുവരും ക്യാമറകൾക്ക് മുന്നിലും പാർട്ടികളിലും മാത്രമാണ് ചേർന്ന് നിന്നത്. ഉറക്കം വേറെ മുറികളിലും വീടുകളിലുമായിരുന്നു. ബില്ലിൻ്റെ അത്ര വെടുപ്പില്ലാത്ത ഭൂതകാലത്തെക്കുറിച്ചും കളങ്കിതരായ ചിലരുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചും മെലിൻഡയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജെഫ്രി എപ്സ്റ്റീനുമായി ബിൽ ഗേറ്റ്സിനുണ്ടായിരുന്ന സൗഹൃദം മെലിൻഡയെ ഏറെ അസ്വസ്ഥയാക്കി. അതുപോരാതെ മൈക്രോസോഫ്റ്റിലെ സ്ത്രീ ജീവനക്കാരുടെ പേരുകൾ ഒരു ദിവസം ഒന്നെന്ന രീതിയിൽ മെലിൻഡയുടെ ചെവിയിലേക്കെത്തി. ഇതിൻ്റെ അറ്റം എവിടെ വരെയുണ്ടെന്നറിയാൻ മെലിൻഡ കാത്തിരിക്കുകയായിരുന്നു. 2019 മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു വനിതാ എഞ്ചിനീയർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് അയച്ച കത്താണ് എല്ലാറ്റിനും തുടക്കമിട്ടത്. ബിൽ ഗേറ്റ്സുമായി തനിക്ക് 20 വർഷത്തോളം നീണ്ടുനിന്ന പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമുണ്ടായിരുന്നുവെന്ന് ആ ജീവനക്കാരി കത്തിൽ വെളിപ്പെടുത്തി. അവരുടെ ഐഡന്റിറ്റി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. താൻ ബില്ലിൽ നിന്ന് നേരിട്ട ചില ദുരനുഭവങ്ങളും അവരുടെ ബന്ധത്തിൻ്റെ ഫ്രീക്വൻസിയും ജീവനക്കാരി ബോർഡിനെ അറിയിച്ചു. മൈക്രോസോഫ്റ്റിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാപകനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആദ്യത്തെ ആഭ്യന്തര പരാതിയായിരുന്നു അത്. കത്തിന് ഗൗരവമുണ്ടെന്ന് കണ്ടപ്പോൾ മൈക്രോസോഫ്റ്റ് ബോർഡ് അധികം സമയം കളയാതെ അടിയന്തര നടപടികളിലേക്ക് കടന്നു. കമ്പനിയുടെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തുള്ള ഒരു ലോ ഫേമിലേക്ക് അന്വേഷണം മാറ്റി. കോർപ്പറേറ്റ് ഗവേണൻസ്, ജെൻഡർ ഇക്വാലിറ്റി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ആധുനിക കോർപ്പറേറ്റ് ലോകത്ത് കമ്പനിയുടെ ഫൗണ്ടർ ആണെങ്കിൽ പോലും ഇത്തരം പരാതികൾ അവഗണിക്കാൻ ബോർഡിന് സാധിക്കുമായിരുന്നില്ല. ഈ അന്വേഷണമാണ് ഒരർത്ഥത്തിൽ ബിൽ ഗേറ്റ്സിന്റെ കോർപ്പറേറ്റ് കരിയറിന്റെ അന്ത്യത്തിന് തുടക്കമിട്ടത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 2020 ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് ബോർഡിൽ നിന്നും രാജിവെച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രാജിയെന്നായിരുന്നു അന്ന് ഗേറ്റ്സ് നൽകിയ വിശദീകരണം. എന്നാൽ ഫൗണ്ടർക്കെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന മൈക്രോസോഫ്റ്റ് ബോർഡിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു 45 വർഷം താൻ വളർത്തി വലുതാക്കിയ മഹാമേരുവിൽ നിന്നുള്ള പടിയിറക്കം. അപ്പോഴും മാധ്യമങ്ങൾക്കൊരു ഫുൾ പിക്ചർ കിട്ടിയിരുന്നില്ല. ബോർഡിൽ എന്തോ നടക്കുന്നുണ്ടെന്നറിയാം, വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. രാജിവാർത്ത വലിയ ചർച്ചയായതോടെ ബിൽ ഗേറ്റ്സിൻ്റെ ഔദ്യോഗിക വക്താവ് വിശദീകരണവുമായി രംഗത്തെത്തി. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ ഇത്തരമൊരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് വക്താവ് സമ്മതിച്ചു. എന്നാൽ ആ ബന്ധം പൂർണ്ണമായും ഉഭയസമ്മതപ്രകാരമായിരുന്നെന്നും 10 വർഷം മുമ്പ് തന്നെ അത് സൗഹാർദ്ദപരമായി അവസാനിച്ചതാണെന്നും അവർ വാദിച്ചു. രാജി പുറത്തായപ്പോൾ മാധ്യമങ്ങളും അവരുടെ പതിവ് അച്ചുനിരത്തിൽ തുടങ്ങി. രാജിയുടെ ഉള്ളുകളികൾ ആദ്യം പുറത്തുവിട്ടത് വാൾസ്ട്രീറ്റ് ജേണലാണ്. പിന്നാലെ ന്യൂയോർക്ക് ടൈംസ് കുറെ കൂടി ഡീറ്റെയിൽഡായ അന്വേഷണാത്മക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ബിൽ ഗേറ്റ്സിന്റെ വ്യക്തിജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലെന്നും മൈക്രോസോഫ്റ്റിലും ഗേറ്റ്സ് ഫൗണ്ടേഷനിലും അദ്ദേഹം തുടർന്നു വന്ന പെൺവേട്ടയുടെ സിസ്റ്റമിക് പാറ്റേൺ ആയിരുന്നു ഇതെന്നും ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തി. തൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന പല സ്ത്രീകളോടും ബിൽ ഗേറ്റ്സ് ലൈംഗിക ചുവയോടെ പെരുമാറിയിട്ടുണ്ട്. $100 ബില്യൺ മൂല്യമുള്ള കമ്പനിയുടെ ഫൗണ്ടർ എന്ന ഭൂമിയിലെ ഏറ്റവും പവർഫുള്ളായ പദവികളിലൊന്ന് ദുരുപയോഗം ചെയ്ത് ജീവനക്കാരികളെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് ക്ഷണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഇത്തരം ഇരകളുടെ ഇൻ്റർവ്യൂ അടക്കമാണ് ന്യൂയോർക്ക് ടൈംസ് വാർത്ത കൊടുത്തത്. ഒരു വനിതാ ജീവനക്കാരിക്ക് ബിൽ ഗേറ്റ്സ് അയച്ച ഇമെയിലിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു, ഇന്ന് നമുക്കൊരുമിച്ച് ഡിന്നർ കഴിച്ചാലോ? ഈ മെസ്സേജ് ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് അവഗണിച്ചേക്ക്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതുക. വളരെ സമർത്ഥമായി ഒളിച്ചിരിക്കുന്ന പെൺവേട്ടക്കാരൻ്റെ ടാക്ടിക്സ് എന്നാണ് പത്രം ഇതിനെല്ലാം വിശേഷിപ്പിച്ചത്. ഗേറ്റ്സ് ഫൗണ്ടേഷൻ പോലെ ലോകമെമ്പാടും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ തലവനിൽ നിന്ന് ഇത്തരം ഇരപിടിയാൻ പെരുമാറ്റങ്ങൾ ഉണ്ടായത് വലിയ കോളിളക്കമുണ്ടാക്കി. കമ്പനിയുടെ അന്വേഷണവും പത്രങ്ങളുടെ ചെളിവാരിയെറിയലും ബിൽ ഗേറ്റ്സിന്റെ അടിതെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2021 മെയ് 3 ലോകം ആ വാർത്ത കേൾക്കുന്നത്. ട്വിറ്ററിൽ ബില്ലും മെലിൻഡയും സംയുക്തമായി പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ തങ്ങൾ 26 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച ശേഷം വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു.
കഴിഞ്ഞ 26 വർഷത്തിനിടയിൽ ഞങ്ങൾ മിടുക്കന്മാരായ 3 കുട്ടികളെ വളർത്തിയെടുത്തു. ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ആരോഗ്യകരവും ഉൽപാദനക്ഷമവുമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുകയും ചെയ്തു. ആ ദൗത്യത്തിലുള്ള വിശ്വാസം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഫൗണ്ടേഷനിൽ ഞങ്ങളുടെ പ്രവർത്തനം ഒരുമിച്ച് തുടരും. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ദമ്പതികളായി ഒരുമിച്ചുണ്ടാകാൻ കഴിയുമെന്ന് ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വിവാഹമോചന പ്രഖ്യാപനം 2021 മെയ് മാസത്തിലാണ് ഉണ്ടായതെങ്കിലും മെലിൻഡ ഇതിനായുള്ള ഒരുക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു. 2019 ഒക്ടോബർ മുതൽ മെലിൻഡ ഡൈവോഴ്സ് ലോയർമാരുമായി നിരന്തരം കൂടിയാലോചനകൾ നടത്തി. മൈക്രോസോഫ്റ്റ് ജീവനക്കാരിയുടെ കത്തും അന്വേഷണങ്ങളും രാജിയും മാത്രമല്ല മെലിൻഡയെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ പ്രതിയായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബിൽഗേറ്റ്സിനുണ്ടായിരുന്ന വഴിവിട്ട സൗഹൃദമാണ് മെലിൻഡയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. എപ്സ്റ്റീനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് മെലിൻഡ പലതവണ ആവശ്യപ്പെട്ടിട്ടും ബിൽ അനുസരിച്ചില്ല. 2019 എപ്സ്റ്റീൻ്റെ അറസ്റ്റും വിവാദങ്ങളും പുറത്തായപ്പോഴാണ് ഈ ബന്ധം തൻ്റെ മക്കളുടെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്നുറപ്പിച്ച് മെലിൻഡ നിയമപരമായ വേർപിരിയലിനുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കിയത്. എപ്സ്റ്റീനും ഗേറ്റ്സും തമ്മിൽ എന്തെന്ന് നമുക്ക് പിന്നാലെ പറയാം. മാസങ്ങൾ നീണ്ട നിയമ നടപടികൾക്കും ആസ്തി വിഭജനങ്ങൾക്കും ശേഷം 2021 ഓഗസ്റ്റ് 2-ന് ബിൽഗേറ്റ്സിൻ്റെയും മെലിൻഡയുടെയും വിവാഹമോചനം വാഷിംഗ്ടൺ സ്റ്റേറ്റ് കോടതി ഔദ്യോഗികമായി തീർപ്പാക്കി. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ വിവാഹമോചനങ്ങളിൽ ഒന്നായിരുന്നു അത്. ആദ്യഘട്ടത്തിൽ വിവാഹമോചന കരാറിന്റെ കൃത്യമായ തുക പരസ്യമാക്കിയിരുന്നില്ല. ഫോബ്സ് മാഗസിനാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. വിവാഹമോചനത്തിന് ശേഷം മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സിന്റെ വ്യക്തിഗത ആസ്തി $25 ബില്യൺ, അതായത് ഏതാണ്ട് 2 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപയായി ഉയർന്നു. വിവാഹമോചനത്തിന് കേസ് കൊടുത്തപ്പോൾ തന്നെ ബിൽഗേറ്റ്സിന്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് ഫേമായ കാസ്കേഡ് ഇൻവെസ്റ്റ്മെന്റ് വഴി കോടിക്കണക്കിന് ഡോളറിന്റെ ഓഹരികൾ മെലിൻഡയുടെ പേരിലാക്കിയിരുന്നു. കോടതി നിശ്ചയിച്ച സെപ്പറേഷൻ കോൺട്രാക്ട് പ്രകാരമാണ് ഈ സ്വത്തുകൾ വീതം വെച്ചത്. മൈക്രോസോഫ്റ്റ്, കനേഡിയൻ നാഷണൽ റെയിൽവേ, ഓട്ടോനേഷൻ തുടങ്ങി പ്രധാന കമ്പനികളിലെ വലിയൊരു പങ്ക് ഓഹരികൾ മെലിൻഡയ്ക്ക് ലഭിച്ചു. ഇരുവരുടെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന $170 മില്യൺ വിലമതിക്കുന്ന വീടുകളും ഭൂമിയും വിഭജിക്കപ്പെട്ടു. ഏകദേശം $130 മില്യൺ വിലമതിക്കുന്ന പെയിന്റിങ്ങുകളും ലിയനാർഡോ ഡാവിഞ്ചിയുടെ അപൂർവ കയ്യെഴുത്ത് പ്രതി കോഡക്സ് ലീസെസ്റ്ററും ഉൾപ്പെടെയുള്ള കളക്ഷനും ഇരുവരും പങ്കിട്ടെടുത്തു. വിവാഹമോചനത്തിന് ശേഷവും ഇരുവരും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ 2024 മെയ്യിൽ മെലിൻഡ ഫൗണ്ടേഷന്റെ കോ-ചെയർ പദവിയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചിരുന്നു. വിവാഹമോചന സമയത്തെ കരാർ അനുസരിച്ച് ഫൗണ്ടേഷൻ വിട്ടുപോകുമ്പോൾ മെലിൻഡയ്ക്ക് സ്വന്തമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ബിൽഗേറ്റ്സ് $12.5 ബില്യൺ നൽകേണ്ടതുണ്ട്. മെലിൻഡ സമർപ്പിച്ച ടാക്സ് ഫയലിംഗ് ഡോക്യുമെന്റ്സ് വ്യക്തമാക്കുന്നത് ഇതിൽ $7.88 ബില്യൺ മെലിൻഡയുടെ പിവറ്റൽ ഫിലാൻത്രോപ്പീസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയിലേക്കാണ് കൈമാറിയിരിക്കുന്നത്. ബാക്കി തുക സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന അവരുടെ മറ്റൊരു സ്ഥാപനമായ പിവറ്റൽ വെഞ്ചേഴ്സിലൂടെയും ചെലവഴിക്കപ്പെടുന്നു. വിവാഹമോചനത്തിന് ശേഷം ഇരുവരും പരസ്പരം കാണാതിരിക്കാനും വ്യക്തിപരമായ അകലം പാലിക്കാനും പരമാവധി ശ്രമിച്ചു. 2021 ഒക്ടോബറിൽ അവരുടെ മൂത്ത മകൾ ജെന്നിഫർ ഗേറ്റ്സിന്റെ വിവാഹ ചടങ്ങിൽ ബില്ലും മെലിൻഡയും വീണ്ടും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു. മകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോഴും അവർക്കിടയിലെ കടുത്ത അസ്വസ്ഥതയും അകൽച്ചയും വ്യക്തമായിരുന്നു. ക്യാമറകൾക്ക് മുന്നിൽ പരമാവധി പ്രൊഫഷണലായി പെരുമാറാൻ ശ്രമിച്ചെങ്കിലും അന്തരീക്ഷത്തിലുടനീളം അവരുടെ അസ്വസ്ഥത നിഴലിച്ചു നിന്നു. എന്നാലും ലോകത്തിന് അറിയേണ്ടിയിരുന്നു ഇതിന് മാത്രം എന്താണ് ബിൽ ചെയ്തതെന്ന്. ഒടുവിൽ 2022 മാർച്ച് മാസത്തിൽ മെലിൻഡ വാ തുറന്നു. CBS ന്യൂസിലെ ഗെയിൽ കിങ്ങിന് നൽകിയ അഭിമുഖത്തിൽ മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് തന്റെ ദാമ്പത്യ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ പരസ്യമാക്കി. ലോകമെമ്പാടും ഏറ്റവും അധികം മനുഷ്യർ ലൈവായി കണ്ട അഭിമുഖം. അവർ പറഞ്ഞതത്രയും ബില്ലിന്റെ ഏറ്റവും മോശം കൂട്ടുകാരനെ കുറിച്ചായിരുന്നു, ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച്. കൂട്ടിക്കൊടുത്ത് എന്തും നേടാൻ ശേഷിയുള്ള ജെഫ്രി എപ്സ്റ്റീൻ എന്ന ഗ്ലോബൽ റേഞ്ചുള്ള പവർ പിമ്പിന് ബിൽഗേറ്റ്സ് പോലൊരു മനുഷ്യനെ അടുത്ത് കിട്ടിയാൽ സംഭവിക്കുന്നതെന്തോ അതാണ് ശരിക്കും നടന്നത്. ഇക്കാര്യത്തിൽ ബിൽഗേറ്റ്സ് സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അമേരിക്കൻ സെനറ്റിലെ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ ബിൽഗേറ്റ്സ് കൊടുത്ത മൊഴികളും പിന്നീട് പുറത്തു വന്ന രേഖകളുമാണ് ഇതിനടിസ്ഥാനം. 2011 ബിൽഗേറ്റ്സ് ജെഫ്രി എപ്സ്റ്റീനെ പരിചയപ്പെടുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് പിരിക്കുന്ന സുഹൃത്തുക്കൾ വഴിയായിരുന്നു സമാഗമം. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലുള്ള മാൻഹാട്ടൻ മാൻഷനിൽ 1.5 മണിക്കൂറോളം അവർ സംസാരിച്ചു. തൃഷ്ണയുള്ള മനുഷ്യരെ കണ്ണിൽ നോക്കി പിടിച്ചിരുന്ന എപ്സ്റ്റീന് ബിൽഗേറ്റ്സിന്റെ കുറുക്കൻ കണ്ണുകൾ വേഗത്തിൽ ബോധ്യപ്പെട്ടു. ആ സംഗമം നടക്കുമ്പോൾ എപ്സ്റ്റീൻ പുണ്യവാളനൊന്നുമല്ല. 2008 ഫ്ലോറിഡയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടപ്പോൾ സെറ്റിൽ ചെയ്ത തലയൂരി നടക്കുകയാണ് എപ്സ്റ്റീൻ. അത് ബിൽഗേറ്റ്സിന്റെ മാനേജർമാർ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തതാണ്. ബില്ലിന് അതല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് അത്രേ. ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള സമ്പന്നർക്കും രാഷ്ട്രീയക്കാർക്കും ടാക്സ് ആൻഡ് എസ്റ്റേറ്റ് സർവീസസ് നൽകുന്ന എളിമയുള്ള കൺസൾട്ടന്റായി എപ്സ്റ്റീൻ അവിടെ പെരുമാറി. ബിൽഗേറ്റ്സിന്റെ ഗ്ലോബൽ ഹെൽത്ത് ഇനീഷ്യേറ്റീവുകളിലേക്ക്
മില്യൺ കണക്കിന് ഡോളറിന്റെ ജീവകാരുണ്യ നിക്ഷേപം നികുതിയില്ലാതെ കളക്ട് ചെയ്ത് തരാൻ തനിക്ക് സാധിക്കുമെന്ന് എപ്സ്റ്റീൻ അവകാശപ്പെട്ടു. ഈ ഒരു വാഗ്ദാനമാണ് ബിൽഗേറ്റ്സിനെ എപ്സ്റ്റീനിലേക്ക് ആകർഷിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ രക്തത്തെ തിരിച്ചറിയുകയായിരുന്നു. എപ്സ്റ്റീൻ ഒരു നീരാളിയാണ്. അയാളെ വെറുതെ അങ്ങ് പരിചയപ്പെട്ടു പോകാൻ ആർക്കും സാധിക്കില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എപ്സ്റ്റീൻ ബിൽഗേറ്റ്സുമായി അടുത്ത വ്യക്തിബന്ധം സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ആഫ്രിക്കയിലെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾക്ക് ആഗോള സെലിബ്രിറ്റികളെ എപ്സ്റ്റീൻ സ്വന്തം വിമാനത്തിലെത്തിച്ചു. ബിൽ ക്ലിന്റൺ, റിച്ചാർഡ് ബ്രാൻസൺ, വിക്ടോറിയാസ് സീക്രട്ട് സ്ഥാപകൻ ലെസ് വെക്സ്നർ, ബോറിസ് നിക്കോളിച്ച്, മെലാനി വാക്കർ, അങ്ങനെ ഒരു ലീഗ് അവിടെ രൂപപ്പെടുകയായിരുന്നു. ആസക്തികളുടെ ലീഗ്. സത്യമല്ലെന്ന് നമുക്കറിയാമെങ്കിലും ഗേറ്റ്സ് പറയുന്നത് പ്രകാരമാണെങ്കിൽ 2011 മുതൽ 2014 വരെയുള്ള കാലത്താണ് ഇവരുടെ ബന്ധം സജീവമായിരുന്നത്. 2011 3 തവണയും 2012 2 തവണയും ഇരുവരും തമ്മിൽ കണ്ടു. 2013-14 വർഷങ്ങളിൽ നിരവധി തവണ തമ്മിൽ കണ്ടു. ബിൽഗേറ്റ്സിന്റെ ന്യൂയോർക്കിലെ ഓഫീസുകളിലും എപ്സ്റ്റീന്റെ മാൻഹാട്ടനിലെ ആഡംബര വസതിയിലും വെച്ചായിരുന്നു കൂടിക്കാഴ്ചകൾ. ചില അത്താഴ വിരുന്നുകളിലും ഒരുമിച്ച് പങ്കെടുത്തു. എന്നാൽ തങ്ങൾ തമ്മിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലെന്നും എപ്സ്റ്റീൻ ഐലൻഡിലോ അയാളുടെ എന്റർടൈൻമെന്റ് പിറ്റുകളിലോ താൻ പോയിട്ടില്ലെന്നും ബിൽഗേറ്റ്സ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആദ്യകാല സൗഹൃദത്തിനിടയിൽ ബിൽഗേറ്റ്സിന്റെ സ്വകാര്യ ഓഫീസിലെ ചില ജീവനക്കാരുമായും എപ്സ്റ്റീൻ അടുത്ത ബന്ധം സ്ഥാപിച്ചു. പ്രത്യേകിച്ച് ബിൽഗേറ്റ്സിന്റെ ശാസ്ത്ര ഉപദേശകനായിരുന്ന ബോറിസ് നിക്കോളിക് പോലുള്ളവരുമായി എപ്സ്റ്റീൻ നിരന്തരം ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറി. ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് ഓഫീസിൽ നിന്നും വിരമിക്കൽ ആനുകൂല്യത്തിന് കേസ് കൊടുത്ത ഒരു ജീവനക്കാരന്റെ സെറ്റിൽമെന്റ് ചർച്ചകളിൽ പോലും എപ്സ്റ്റീൻ ഇടനിലക്കാരനായി. എപ്സ്റ്റീൻ അവകാശപ്പെട്ടതുപോലെ കോടിക്കണക്കിന് ഡോളറിന്റെ ഫണ്ട് സമാഹരിക്കാൻ അയാളെക്കൊണ്ട് പറ്റില്ലെന്ന് വ്യക്തമായപ്പോൾ 2014 താൻ ബന്ധം അവസാനിപ്പിച്ചുവെന്നാണ് ബിൽഗേറ്റ്സ് ആണയിട്ട് പറഞ്ഞത്. ഇതൊന്നും ആയിരുന്നില്ല സത്യം. 2010കളുടെ തുടക്കത്തിൽ മില ആന്റനോവ എന്നൊരു റഷ്യൻ ബ്രിഡ്ജ് കളിക്കാരിയുമായി ബിൽഗേറ്റ്സ് പരിചയപ്പെടുന്നു. ബിൽഗേറ്റ്സിന് വലിയ താല്പര്യമുള്ളൊരു കളിയാണ് ബ്രിഡ്ജ്. 2 മാസത്തിനുള്ളിൽ ആ ബന്ധം കിടപ്പുമുറിയിലെത്തി. ഈ വിവരം എപ്സ്റ്റീൻ അറിയാമായിരുന്നു. ഇത് മനസ്സിൽ വെച്ച് തന്നെയാണ് ബിൽഗേറ്റ്സിന്റെ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി എപ്സ്റ്റീൻ ആദ്യം ശ്രമിച്ചത്. ഒരു ബ്രിഡ്ജ് ടൂർണമെന്റിൽ വെച്ചാണ് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മില ആന്റനോവയെ ഗേറ്റ്സ് പരിചയപ്പെടുന്നത്. മില ഉദാരമതിയായതോടെ അവൾക്ക് എന്ത് സഹായം ചെയ്യാനും ഗേറ്റ്സ് തയ്യാറായി. ഒരു ഓൺലൈൻ ബ്രിഡ്ജ് ട്യൂട്ടോറിയൽ ബിസിനസ് ആരംഭിക്കണമെന്നായിരുന്നു മിലയുടെ ആഗ്രഹം. അതിന് മുഴുവൻ തുകയും ഗേറ്റ്സ് കൊടുത്തു. കുറേ നാളായി ബിൽഗേറ്റ്സിനെ നിരീക്ഷിച്ച് പിന്തുടർന്നുകൊണ്ടിരുന്ന എപ്സ്റ്റീനായി ട്രാൻസാക്ഷനെ കുറിച്ചെല്ലാം അറിയാം. ഈ വിവരം മെലിൻഡയ്ക്ക് അറിയില്ലെന്നും അയാൾക്ക് നിശ്ചയമുണ്ട്. ഗേറ്റ്സുമായി പരിചയം വളർന്നപ്പോൾ മിലയും ഗേറ്റ്സുമായുള്ള സംഗമങ്ങൾക്ക് കുടപിടിച്ചത് എപ്സ്റ്റീനായിരുന്നു. വില്ലകളും സ്വകാര്യ ദ്വീപുകളുമെല്ലാം അയാൾ അതിനായി വിട്ടുകൊടുത്തു. മിലയ്ക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ സോഫ്റ്റ്വെയർ കോഡിംഗ് പഠിക്കണമെന്ന് പറഞ്ഞു. അതിന് പണം കൊടുത്തത് ഗേറ്റ്സും അഡ്മിഷൻ വാങ്ങിക്കൊടുത്തത് എപ്സ്റ്റീനുമായിരുന്നു. പതിയെ ഈ ബന്ധം ഗേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ എപ്സ്റ്റീൻ ഉപയോഗിക്കാൻ തുടങ്ങി. മിലയിൽ മാത്രം എന്തിന് ഒതുങ്ങണമെന്നാണ് അയാൾ ഗേറ്റ്സിനോട് ചോദിച്ചത്. കൂടുതൽ മികച്ച ധാരാളം വിഭവങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്ന് മനുഷ്യവിരുദ്ധനായ അയാൾ ഗേറ്റ്സിനെ ബ്രെയിൻ വാഷ് ചെയ്തു. തൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു പോയ, ലക്ഷ്യം മറന്നുപോയ ഗേറ്റ്സ് ചരട് പൊട്ടിയ പട്ടം പോലെ എപ്സ്റ്റീൻ്റെ കയ്യിൽ അമർന്നു. ഇതിനിടെ ഗേറ്റ്സ് ഫൗണ്ടേഷനും JP മോർഗനും ചേർന്ന് വലിയൊരു ചാരിറ്റി ഫണ്ട് എപ്സ്റ്റീൻ പ്ലാൻ ചെയ്തു. അടിച്ചു മാറ്റലാണ് അയാളുടെ ലക്ഷ്യം എന്ന് കണ്ടപ്പോൾ ബിൽഗേറ്റ്സ് പതിയെ പിൻവാങ്ങി നിന്നു. മിലയുടെ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്താണ് എപ്സ്റ്റീൻ അന്ന് ഗേറ്റ്സിനെ അതിലേക്ക് വലിച്ചുകൊണ്ടുപോയതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെ എപ്സ്റ്റീൻ വഴി തന്നെയാണോ എന്ന് ഇനിയും മാധ്യമങ്ങൾക്ക് ഉറപ്പില്ലാത്ത മറ്റൊരു റഷ്യൻ യുവതി കൂടി ബിൽഗേറ്റ്സിന്റെ ഭ്രമമായി. ഇതുവരെ പേര് വെളിപ്പെടുത്താത്ത ഒരു റഷ്യൻ ആണവ ശാസ്ത്രജ്ഞ. തന്റെ ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റാർട്ടപ്പിന് പണം കണ്ടെത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇത് മില ആന്റനോവയെ പോലെ ചെറിയ കളി ആയിരുന്നില്ല. ഒരു റഷ്യൻ ആണവ ശാസ്ത്രജ്ഞയുമായി അമേരിക്കൻ വ്യവസായിക്ക് ബന്ധമുണ്ടാകുന്നത് അമേരിക്കൻ ചാരസംഘടനകളുടെ റഡാറിൽ വരാവുന്ന കാര്യമാണ്. വരികയും ചെയ്തു. അയാൾക്കത് വിശദീകരിക്കാതെ തരമില്ലെന്നായി. തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും ചർച്ചകൾക്കുമായി റഷ്യൻ പ്രതിനിധികളുമായി നടത്തിയ ഇടപാടുകൾക്കിടയിലാണ് ഈ ആണവ ഭൗതിക ശാസ്ത്രജ്ഞയെ പരിചയപ്പെടുന്നതെന്നും അത് പിന്നീട് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വഴിമാറിയെന്നും അദ്ദേഹം സമ്മതിച്ചു. ക്ലാസിഫൈഡ് ആയതിനാൽ പുറം ലോകത്തിന് അവളുടെ പേര് പോലും ഇനി ലഭ്യമല്ല. ഇനിയുണ്ട് ഗേറ്റ്സ് തുറന്ന് സമ്മതിക്കാത്ത ഒരുപാട് എപ്സ്റ്റീൻ ഇടപാടുകളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയത് 2019 എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റിലായതോടെയാണ്. മാധ്യമങ്ങളും അന്വേഷണ ഏജൻസികളും ചുഴിഞ്ഞന്വേഷിച്ചപ്പോൾ ന്യൂയോർക്കിലെ മാൻഹാട്ടനിലുള്ള എപ്സ്റ്റൈൻ്റെ ആഡംബര ടൗൺ ഹൗസിൽ ബിൽഗേറ്റ്സ് നിരവധി തവണ സന്ദർശനം നടത്തിയിരുന്നതായും പാർട്ടികളിൽ പങ്കെടുത്തതായും ട്രേസുകളുണ്ട്. വെറും ഒഫീഷ്യൽ എന്നതിനപ്പുറം രാത്രി വൈകുവോളം നീണ്ടുനിന്ന ചർച്ചകൾ ഈ മൻഹാട്ടൻ വസതിയിൽ നടന്നിരുന്നു. ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ മുൻ ജീവനക്കാരുടെ മൊഴികൾ അനുസരിച്ച് ബിൽഗേറ്റ്സിന്റെ ജീവിതത്തിൽ തനിക്കുള്ള നിയന്ത്രണം എപ്സ്റ്റൈൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരുതരം അഹങ്കാരത്തോടെയാണ് പ്രദർശിപ്പിച്ചിരുന്നത്. ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ തൻ്റെ മുൻകാല കുറ്റകൃത്യങ്ങളെയും ശിക്ഷകളെയും ഒരു ബാഗൽ മോഷ്ടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റൊന്നുമല്ല എന്ന് എപ്സ്റ്റൈൻ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചിരുന്നു. ഇത്രയും വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിക്ക് ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിലും ജീവനക്കാരുടെ ഇടയിലും സ്വാധീനം ചെലുത്താൻ അനുവാദം ലഭിച്ചത് ഓർഗനൈസേഷനിലും പ്രശ്നങ്ങളുണ്ടാക്കി. 2021 സെപ്റ്റംബറിൽ PBSന്റെ ന്യൂസ് അവറിൽ പങ്കെടുത്തപ്പോൾ
ബിൽഗേറ്റ്സിന് എപ്സ്റ്റൈനുമായുള്ള ബന്ധത്തെക്കുറിച്ച് നേരിട്ട ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു. ആ അഭിമുഖത്തിൽ ഗേറ്റ്സ് കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. എപ്സ്റ്റൈൻ്റെ ആണാസക്തിയുടെ പാർട്ടികളിൽ പങ്കെടുത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹീസ് ഡെഡ് സോ യു ആൾവേസ് ഹാവ് ടു ബി കെയർഫുൾ എന്നായിരുന്നു ഗേറ്റ്സിൻ്റെ മറുപടി. അയാൾ മരിച്ചതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം അത്രേ. 2022 നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ ബിൽഗേറ്റ്സിൻ്റെ മുൻ ഭാര്യ മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ് 2011-ലും 2013-ലും ബിൽഗേറ്റ്സിനൊപ്പം എപ്സ്റ്റൈനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി. ആ കൂടിക്കാഴ്ചയിൽ തന്നെ എപ്സ്റ്റൈൻ ഒരു ചെന്നായിയുടെ മുഖമുള്ള ഭയമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തനിക്ക് മനസ്സിലായെന്നും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും മെലിൻഡ പറഞ്ഞിട്ടുണ്ട്. മില ആന്റനോവയുടെ കേസിൽ എപ്സ്റ്റൈൻ ബിൽഗേറ്റ്സിനെ ഭീഷണിപ്പെടുത്തുന്ന ഇമെയിലുകൾ അയച്ചതും പിന്നീട് പുറത്തായി. മില ആന്റനോവയുടെ ട്യൂഷൻ ഫീസ് കൊടുത്തത് ഞാനാണെന്നും അത് ബിൽഗേറ്റ്സ് തനിക്ക് തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഇമെയിൽ. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പണമായിരുന്നില്ല, ഒരു പരോക്ഷ ഭീഷണിയായിരുന്നു. ഗേറ്റ്സിനെ കൊണ്ട് തൻ്റെ സ്വന്തം ചാരിറ്റബിൾ ഫണ്ടിൽ മില്യൺ കണക്കിന് ഡോളർ നിക്ഷേപിക്കുക എന്നതായിരുന്നു എപ്സ്റ്റൈൻ്റെ ലക്ഷ്യം. ഗേറ്റ്സിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ലിവറേജായി എപ്സ്റ്റൈൻ ആന്റനോവയെ ഉപയോഗിക്കുകയായിരുന്നു. ഇമെയിൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ബിൽഗേറ്റ്സിൻ്റെ ഔദ്യോഗിക വക്താവ് ഈ ബ്ലാക്ക്മെയിൽ ശ്രമം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ എപ്സ്റ്റൈനുമായി ഗേറ്റ്സിന് സാമ്പത്തികമായ യാതൊരു ഇടപാടുകളും ഉണ്ടായിരുന്നില്ലെന്നും ആ ഭീഷണിക്ക് വഴങ്ങി ഗേറ്റ്സ് എപ്സ്റ്റൈന് ഒരു പൈസ പോലും നൽകിയിട്ടില്ല എന്നുമാണ് വക്താവ് വാദിച്ചത്. 2023 അവസാനത്തോടെ ഈ കേസ് കൂടുതൽ നിയമപ്രതിസന്ധികളിലേക്ക് നീങ്ങി. ജെഫ്രി എപ്സ്റ്റൈൻ ലൈംഗിക അതിക്രമങ്ങൾക്കും മനുഷ്യക്കടത്തിനുമായി ഉപയോഗിച്ചിരുന്ന കരീബിയൻ ദ്വീപുകളിൽ നിന്നാണ് ആ പണി വന്നത്. എപ്സ്റ്റൈൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന US വെർജിൻ ഐലൻഡ്സ് അറ്റോർണി ജനറൽ ബിൽഗേറ്റ്സിൻ്റെ സാമ്പത്തിക രേഖകൾ കൂടി ആവശ്യപ്പെട്ട് സമൻസ് അയച്ചു. എപ്സ്റ്റൈനുമായി ഗേറ്റ്സ് നടത്തിയേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സാമ്പത്തിക കൈമാറ്റങ്ങളോ ബിസിനസ് കരാറുകളോ കണ്ടെത്തുക എന്നതായിരുന്നു ഈ സമൻസിൻ്റെ ലക്ഷ്യം. ഗേറ്റ്സിൻ്റെ 100ഓളം വക്കീലന്മാർക്ക് അതിൻ്റെ പിന്നാലെയും പോവേണ്ടി വന്നു. ജെഫ്രി എപ്സ്റ്റൈൻ്റെ മരണശേഷവും കോടതികളിൽ അവശേഷിച്ച സീൽ ചെയ്ത ഫയലുകൾ പുറത്തു വരുമ്പോൾ തങ്ങളുടെ പേരുകൾ അതിലുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ലോകത്തെ പ്രമുഖരിൽ ഒരാളായിരുന്നു ബിൽഗേറ്റ്സും. പാപങ്ങളുടെ ദ്വീപിലും മൻഹാട്ടനിലെ ടൗൺ ഹൗസിലും എത്തുന്ന പ്രമുഖരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളും വിവരങ്ങളും എപ്സ്റ്റൈൻ സൂക്ഷിച്ചിരുന്നു. കോടതി ഉത്തരവുകളെ തുടർന്ന് 2024 തുടക്കത്തിലും അതിനുശേഷവും പുറത്തുവന്ന എപ്സ്റ്റൈൻ കേസിലെ സീൽ ചെയ്യാത്ത ഫയലുകളിൽ, അതായത് 6 കോടി പേജുകളുള്ള രേഖയിൽ 3000 തവണ ബിൽഗേറ്റ്സ് എന്ന പേര് പരാമർശിക്കുന്നുണ്ട്. ബിൽഗേറ്റ്സിൻ്റെ ക്ലോസ് അസോസിയേറ്റായ ബോറിസ് നിക്കോളിച്ചിൻ്റെ പേര് 14,000 സ്ഥലത്ത് പറയുന്നുണ്ട്. ഫ്ലൈറ്റ് ലോഗുകൾ നോക്കിയാൽ എപ്സ്റ്റൈൻ്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസിൽ ഗേറ്റ്സ് നിരവധി തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. എപ്സ്റ്റൈൻ ഫയൽസിൻ്റെ ഏറ്റവും പുതിയ വാല്യം പുറത്തു വന്നപ്പോൾ ബിൽഗേറ്റ്സിനെ വ്യക്തിപരമായി തകർക്കുന്ന തരത്തിലുള്ള മെഡിക്കൽ വിവരങ്ങളും സ്വകാര്യ ഇമെയിലുകളും ഉണ്ടായിരുന്നുവെന്ന് വാർത്തകൾ വന്നിരുന്നു. റഷ്യൻ മോഡലുകളിൽ നിന്ന് ഗേറ്റ്സിന് ലൈംഗിക രോഗം ബാധിച്ചുവെന്നും മെലിൻഡയിൽ നിന്ന് അത് മറച്ചുവെക്കാൻ എപ്സ്റ്റൈൻ്റെ സഹായത്തോടെ ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിയെന്നുമുള്ള കഥകൾ ഇന്റർനെറ്റ് ഫോറങ്ങളിലാണ് കണ്ടത്. ബിൽഗേറ്റ്സിൻ്റെ ശരീരഘടനയെക്കുറിച്ചുള്ള ഗ്രാഫിക് വിവരങ്ങൾ എപ്സ്റ്റൈൻ സൂക്ഷിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുണ്ടായി. വർഷങ്ങളായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഊഹാപോഹങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിൽ 4 മാസം മുമ്പ് 2026 ഫെബ്രുവരിയിൽ ബിൽഗേറ്റ്സ് തന്നെ ഒരു 2ാം റൗണ്ട് വെളിപ്പെടുത്തൽ നടത്തി. വെളിപ്പെടുത്തൽ എന്നതിനേക്കാൾ അതൊരു കുറ്റസമ്മതമായിരുന്നു. 2026 ഫെബ്രുവരിയിൽ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലെ ജീവനക്കാരുമായി നടത്തിയ ഇന്റേണൽ ടൗൺ ഹാൾ മീറ്റിംഗിലാണ് നാടകീയമായ രംഗങ്ങളുണ്ടായത്. ഫൗണ്ടേഷന്റെ ലക്ഷ്യങ്ങളെയും ഭാവി പ്രവർത്തനങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ട വേദിയെ തന്റെ ജീവിതത്തിലെ തെറ്റുകൾ ഏറ്റുപറയാനുള്ള കുമ്പസാരക്കൂടായി ബിൽഗേറ്റ്സ് തിരഞ്ഞെടുത്തു. മെലിൻഡയോട് ഞാൻ വിശ്വസ്തനായിരുന്നില്ല. 2 റഷ്യൻ സ്ത്രീകളുമായി എനിക്ക് വിവാഹേതര ബന്ധങ്ങളുണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായ തെറ്റുകൾ ഒട്ടനവധി മനുഷ്യർക്ക്, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവനക്കാർക്കും വലിയ വേദന ഉണ്ടാക്കി. ഇതിന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്നാണ് വിതുമ്പിക്കൊണ്ട് ഗേറ്റ്സ് പറഞ്ഞത്. 2020 മാർച്ച് 13 മൈക്രോസോഫ്റ്റ് ഒരു ഒഫീഷ്യൽ പത്രക്കുറിപ്പിലൂടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്ഥാനത്ത് നിന്ന് ബിൽഗേറ്റ്സ് ഒഴിഞ്ഞതായി പ്രഖ്യാപിച്ചു. ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തെ സൃഷ്ടിച്ച അതിൻ്റെ അച്ഛനാണ് പടിയിറങ്ങിയത്. അതിലും നിഗൂഢമായ കാര്യം, അതേ ദിവസം തന്നെ അദ്ദേഹം തൻ്റെ അടുത്ത സുഹൃത്തായ വാറൻ ബഫറ്റിൻ്റെ ബെർക്ക്ഷയർ ഹാത്വേയുടെ ബോർഡിൽ നിന്നും രാജിവെച്ചു എന്നതാണ്. ഒരേ ദിവസം ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അമേരിക്കൻ കോർപ്പറേറ്റ് വേൾഡിൽ നിന്നുള്ള ഗേറ്റ്സിൻ്റെ പരിപൂർണമായ എക്സിറ്റ്. ബിൽഗേറ്റ്സ് തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഗ്ലോബൽ ഹെൽത്ത്, വിദ്യാഭ്യാസം, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ ഫിലാന്ത്രോപ്പിക് പ്രവർത്തനങ്ങളിൽ 100% ശ്രദ്ധ കൊടുക്കുന്നതിനാണ് അദ്ദേഹം കോർപ്പറേറ്റ് പദവികൾ ഒഴിയുന്നത് എന്നായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ പത്രക്കുറിപ്പിലെ പരാമർശം. സത്യത്തിൽ ഈ പിന്മാറ്റം ഗേറ്റ്സ് സ്വമേധയാ എടുത്ത ഒരു തീരുമാനമായിരുന്നില്ല. പുറത്താക്കപ്പെടുന്നതിന് മുൻപ് സ്വയം രക്ഷിച്ചെടുക്കാൻ നടത്തിയ മുൻകൂർ തന്ത്രമായിരുന്നു ഒരു പ്രീ എംപ്റ്റീവ് റെസിഗ്നേഷൻ. ലോകം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് ജീനിയസുകളിൽ ഒന്ന് സ്വയം നഷ്ടപ്പെട്ട് ലക്കും ലഗാനുമില്ലാതെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുന്നത് കണ്ട് ആ കമ്പനിയെ രക്ഷിച്ചെടുക്കാൻ ഡയറക്ടർമാർ കണ്ടെത്തിയ ഒരേ ഒരു പ്രതിവിധി
എങ്ങനെ ഇയാൾ എങ്ങനെയായി? വിവാഹമോചനം, അതിനുശേഷമുണ്ടായ ആസ്തി പങ്കിടൽ, ഇതെല്ലാം ബില്ലിനെ മാനസികമായി തകർത്തിരുന്നു. ഇനിയൊരു പുതിയ കാര്യത്തിനും കൊള്ളാത്ത വിധം അയാളെ അത് വയസ്സനാക്കി. എല്ലാത്തിലും അധികം അദ്ദേഹത്തെ തകർത്തത് താൻ ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ പിതാവിനെ പോലെ കണ്ടിരുന്ന വാറൻ ബഫറ്റിന്റെ അകൽച്ചയാണ്. ആരോപണങ്ങൾ കടുത്തതോടെയാണ് ബഫറ്റ് ബിൽഗേറ്റ്സിന് മുഖം കൊടുക്കാതെയായത്. എലൈറ്റ് വേൾഡിലെ വൻസ്രാവുകൾ ബിൽഗേറ്റ്സിന്റെ ബ്രാൻഡിൽ നിന്നും തങ്ങളുടെ സ്വന്തം ബ്രാൻഡുകളെ സുരക്ഷിതമായി അകറ്റി നിർത്താൻ ആഗ്രഹിച്ചു. ഇത് ബില്ലിനെ ഇനി ഒരിക്കലും നിക്ഷേപക ലോകം വിശ്വസിക്കില്ലെന്ന പ്രതീതി സൃഷ്ടിച്ചു. തനിക്കെതിരെ ഉയർന്നു വന്ന മോശം വാർത്തകളെ പ്രതിരോധിക്കാൻ ബിൽഗേറ്റ്സ് പണത്തിന്റെ കരുത്ത് തന്നെയാണ് ആദ്യഘട്ടത്തിലേക്ക് ഉപയോഗിച്ചത്. 2025 തുടക്കത്തിൽ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാർഷിക ബഡ്ജറ്റ് $8.3 ബില്യൺ അംഗീകരിച്ചു. ബാഡ് പ്രസിനെ വൻതോതിലുള്ള ഫണ്ടിംഗ് വഴി മൂടിവെക്കാനും ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കം. 2025 മെയ് മാസത്തിൽ ബിൽഗേറ്റ്സ് ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി. തന്റെ പക്കലുള്ള അവശേഷിക്കുന്ന സമ്പത്ത് മുഴുവൻ, അതായത് ഏതാണ്ട് $200 ബില്യൺ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഫൗണ്ടേഷന് കൈമാറുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനത്തോടൊപ്പം ചേർത്തുവെച്ച സൺസെറ്റ് ക്ലോസ് ആണ് വലിയ ചർച്ചാ വിഷയമായത്. ഈ ക്ലോസ് പ്രകാരം ഗേറ്റ്സ് ഫൗണ്ടേഷൻ അതിന്റെ പ്രവർത്തനം ശാശ്വതമായി തുടരില്ല. ഗേറ്റ്സിന്റെ മരണശേഷമോ അല്ലെങ്കിൽ പ്രഖ്യാപന തീയതി മുതൽ കൃത്യമായി കണക്കാക്കിയോ 2045 ഫൗണ്ടേഷൻ അതിന്റെ വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കും. അതിനുള്ളിൽ ഫൗണ്ടേഷന്റെ പക്കലുള്ള മുഴുവൻ മൂലധനവും പൂർണ്ണമായി ചെലവഴിച്ച് തീർക്കേണ്ടതുണ്ട്. പുറമേ വലിയ ഫിലാന്ത്രോപ്പിയായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ കോർപ്പറേറ്റ് തന്ത്രമുണ്ട്. തന്റെ ജീവിതകാലത്ത് സമ്പാദിച്ച പണം മുഴുവൻ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെലവഴിക്കുന്നതിലൂടെ ആ പണം എവിടെയൊക്കെ ഉപയോഗിക്കണം, ഏത് ആഗോള നയങ്ങളെ സ്വാധീനിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം ബിൽഗേറ്റ്സിന് തന്നെ ലഭിക്കുന്നു. ഫൗണ്ടേഷൻ ശാശ്വതമായി നിലനിന്നാൽ തന്റെ മരണശേഷം അത് മറ്റേതെങ്കിലും ബോർഡിന്റെയോ ഗവൺമെന്റുകളുടെയോ നിയന്ത്രണത്തിൽ വരുമെന്നും അത് തന്റെ മുൻകാല വിവാദങ്ങളെ വീണ്ടും ചർച്ചാ വിഷയമാക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ പണം മുഴുവൻ തീർത്ത് ലോക ചരിത്രത്തിൽ തന്റെ ലെഗസി ഒരു വലിയ ദയാലുവായി മാത്രം രേഖപ്പെടുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഈ സൺസെറ്റ് ക്ലോസ്. PR-ന്റെ പവർ കാണണമെങ്കിൽ 2020 ഫെബ്രുവരിയിൽ COVID-19 മഹാമാരി ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങിയ ആദ്യകാലം നോക്കിയാൽ മതി. കോവിഡിനെതിരെ ആഗോള പോരാട്ടത്തിനായി ഗേറ്റ്സ് ഫൗണ്ടേഷൻ $100 മില്യൺ ധനസഹായമാണ് പ്രഖ്യാപിച്ചത്. വാക്സിൻ വികസനം, ഡയഗ്നോസ്റ്റിക്സ്, മൂന്നാം ലോക രാജ്യങ്ങളിലേക്കുള്ള ചികിത്സാ സഹായം എന്നിവയ്ക്കായിരുന്നു ഈ തുക. ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഇത്രയും വലിയൊരു സംഖ്യ ലോകാരോഗ്യ രംഗത്തേക്ക് വരുന്നത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. തുടർന്നുള്ള മാസങ്ങളിൽ ആഗോള മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ ബിൽഗേറ്റ്സ് എന്ന പേര് നിറഞ്ഞു നിന്നു. CNN, BBC തുടങ്ങിയ ചാനലുകളിലെല്ലാം കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും പ്രതിരോധ മാർഗങ്ങളും പങ്കുവയ്ക്കാൻ ഡോക്ടർമാർക്കോ ശാസ്ത്രജ്ഞർക്കൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ മുൻപന്തിയിൽ ഗേറ്റ്സ് എത്തി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയോ ഔദ്യോഗിക ആരോഗ്യ വിദഗ്ധനോ അല്ലാതിരുന്നിട്ടും അദ്ദേഹം യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ഗ്ലോബൽ ഹെൽത്ത് സ്റ്റാറായി മാറി. ലോക്ക്ഡൌണുകൾ എപ്പോൾ പിൻവലിക്കണം, വാക്സിനുകൾ എങ്ങനെ വിതരണം ചെയ്യണം എന്നതിലൊക്കെ ഗേറ്റ്സിന്റെ നിർദ്ദേശങ്ങൾ നിർണായകമായി. ഈ അമിതമായ ഇടപെടൽ ചോദ്യങ്ങളെയും കൊണ്ടുവന്നു. രാഷ്ട്രീയക്കാരനോ ആരോഗ്യ വിദഗ്ധനോ അല്ല ബിൽഗേറ്റ്സ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളുടെയും ദൈനംദിന ജീവിതത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കാൻ ഒരു ടെക് കോടീശ്വരന് ഇത്രയധികം സ്വാധീനം ലഭിക്കുന്നത്? ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫൗണ്ടേഷൻ നൽകുന്ന ഭീമമായ ഫണ്ട് വഴി ബിൽഗേറ്റ്സ് ആഗോള ആരോഗ്യ സംവിധാനത്തെ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയാണോ എന്ന സംശയം വലിയൊരു വിഭാഗം ജനങ്ങളിൽ പടർന്നു. അങ്ങനെയാണ് പഴയൊരു ടെഡ് ടോക്ക് വീഡിയോ റെഡിറ്റിലെ വിരുദ്ധന്മാർ കുത്തിപ്പക്കുന്നത്. 2015 ബിൽഗേറ്റ്സ് നടത്തിയ ഒരു ടെഡ് ടോക്ക്. അടുത്തതായി വരാനിരിക്കുന്ന ഒരു മഹാമാരി നേരിടാൻ നമ്മൾ സജ്ജരല്ല എന്നായിരുന്നു ബിൽഗേറ്റ്സ് അന്ന് മുന്നറിയിപ്പ് നൽകിയത്. 2015 ഇതൊരു ശാസ്ത്രീയമായ വീക്ഷണകോണിലൂടെയാണ് കണ്ടിരുന്നതെങ്കിലും 2020 കോവിഡിന്റെ നടുക്ക് ഇതത്ര നിഷ്കളങ്കമല്ലെന്ന് ലോകം കരുതി. ഒരു വൈറസ് വരാൻ പോകുന്നുവെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾക്ക് എങ്ങനെ കൃത്യമായി അറിയാം? ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇതോടെ ഇന്റർനെറ്റിൽ ഗേറ്റ്സിനെതിരെയുള്ള കോൺസ്പിറസി തിയറികൾക്ക് നല്ല ഓഡിയൻസിനെ കിട്ടി. കോവിഡ് വാക്സിനുകളിലൂടെ മനുഷ്യ ശരീരത്തിൽ മൈക്രോചിപ്പുകൾ സ്ഥാപിക്കാനാണ് ബിൽഗേറ്റ്സ് ശ്രമിക്കുന്നതെന്നും അതിലൂടെ ആഗോള ജനസംഖ്യയെ നിയന്ത്രിക്കാനും ഗ്ലോബൽ സർവീലിയൻസ് നടപ്പാക്കാനും അദ്ദേഹം പദ്ധതിയിടുന്നുണ്ടെന്നുള്ള വ്യാജ വാർത്തകൾ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിച്ചു. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ഈ ഭീതിയെയും വ്യാജ വിവരങ്ങളെയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും വാക്സിൻ വിരുദ്ധരും ലോക്ക്ഡൌൺ വിരുദ്ധരും നടത്തിയ വലിയ പ്രകടനങ്ങളിൽ ബിൽഗേറ്റ്സിന്റെ മുഖമുള്ള അദ്ദേഹത്തെ ഒരു വില്ലനായി ചിത്രീകരിക്കുന്ന പ്ലക്കാർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ബിൽഗേറ്റ്സിനെ അറസ്റ്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ ഗിനിപ്പന്നികളല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ലോകമെമ്പാടും മുഴങ്ങി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ബില്ലിന്റെ സ്വതവേ മോശമായിരുന്ന സമയം വളരെ മോശമായപ്പോൾ അയാൾക്ക് അത് നേരിടേണ്ടി വന്നു. 2022 തന്റെ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ ഗേറ്റ്സിന് ഹൗ ടു പ്രിവെന്റ് ദ നെക്സ്റ്റ് പാൻഡമിക് എന്നൊരു പുസ്തകം തന്നെ എഴുതി പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. ആരോഗ്യ മേഖലയിൽ കയ്യും പൊള്ളി പേരും ചീത്തയായപ്പോൾ 2025
ബിൽഗേറ്റ്സ് തന്റെ പഴയ തട്ടകമായ ഫ്യൂച്ചറിസ്റ്റിക് ടെക്കിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഓപ്പൺ എയുടെയും ജനറേറ്റീവ് എയുടെയും വൻ മുന്നേറ്റത്തെ പരസ്യമായി പിന്തുണച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ എങ്ങനെ മാറ്റാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് ലേഖനങ്ങളും അഭിമുഖങ്ങളും നൽകിക്കൊണ്ട് ടെക്നോ ഓപ്റ്റിമിസ്റ്റ് എന്ന ആ പഴയ മൈക്രോസോഫ്റ്റ് മേധാവിയിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹം വൃഥാ ശ്രമിച്ചു. 2026 മധ്യത്തോടെ ബിൽഗേറ്റ്സിനെ കുറിച്ചുള്ള ആഗോള മുഖ്യധാരാ മാധ്യമങ്ങളുടെ മെയിൻ സ്ട്രീം കോൺസെൻസസ് പൂർണ്ണമായും മാറിമറിഞ്ഞു. ഒരു കാലത്ത് ആഗോള പ്രതിസന്ധികളിൽ ലോകം രക്ഷകനായി കണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മോറൽ അതോറിറ്റി പൂർണ്ണമായും ഇല്ലാതായി. ഇന്ന് ബിൽഗേറ്റ്സ് പൊതുവേദികളിൽ നിന്നും ആഗോള സ്ട്രാറ്റജികളിൽ നിന്നും സൈലന്റ് എക്സിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് എക്കണോമിക് ഫോറം, G20 ഉച്ചകോടി, ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമ്മേളനങ്ങൾ, ഇതിലെല്ലാം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ പോലെയാണ് ബിൽഗേറ്റ്സ് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇന്നിപ്പോൾ അതിനാരും അയാളെ വിളിക്കുന്നില്ല. ഇന്ത്യയിൽ ഡിജിറ്റൽ ഹെൽത്ത്, കൃഷി ആധുനികവൽക്കരണം, വാക്സിനേഷൻ എന്നിവയിലെല്ലാം ഗേറ്റ്സ് ഫൗണ്ടേഷൻ സജീവമാണ്. 2025 മാർച്ച് 19 ഗേറ്റ്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ട് ചർച്ച നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതികൾക്കൊന്നിനും ഇതുവരെയായും അനുമതി ലഭിച്ചിട്ടില്ല.